Hi guys, we are introducing POCO F5 5G. ആദ്യം തന്നെ നമ്മുടെ ബോക്സ് തുറക്കുമ്പോൾ കാണുന്നത് ഫോണാണ് കേട്ടോ. നമ്മൾ ഫോൺ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു പാക്കറ്റ് വരുന്നുണ്ട്. അത് നമ്മളിങ്ങനെ എടുത്തുന്ന ഇത് നോക്കട്ടെ, സിമ്മിജിറ്റൻ ടൂളിൽ അത് വരുന്നുണ്ട്. ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്, അകത്ത് ചുവന്ന കളറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ മറ്റെങ്ങും കിട്ടാത്തതിൻ്റെ കൂട്ട് ചാർജർ വരുന്നുണ്ട്. അതും 67 വാൾട്ടിൻ്റെ ചാർജർ, സൂപ്പർ ഫാസ്റ്റ് ചാർജർ. ഇതൊക്കെ വയ്ക്കാനായിട്ട് ഇതിനടിയിൽ കവർ ഉണ്ടോയെന്നും അറിയത്തില്ല. ഐഫോണിനൊക്കെ ചിലപ്പം കിട്ടും. വാവ്, ഇതാണ് ഫോൺ. ഓ മൈ ഗാഡ്, ഇറ്റ്സ് എ പ്രീമിയം ലുക്ക്. എനിക്ക് കണ്ടിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന ടൈലില്ലേ, അതുപോലെ തന്നെ ഉണ്ട്. 3 ക്യാമറയാണ് കേട്ടോ വരുന്നത്, മറ്റേ ഐഫോണിൻ്റെ ഡിസൈൻ്റെ കൂട്ട് തന്നെ. ഐഫോൺ മേടിക്കാൻ പൈസ ഇല്ലാത്തൊരു ഈ സാധനം മേടിച്ചാൽ മതി. 2 വലിയ ക്യാമറയും ഒരു ചെറിയ ക്യാമറയും, താഴെ ഫ്ലാഷ് ഉണ്ട്, 2 ഫ്ലാഷ് ഉണ്ട്. അതുകണക്ക് തന്നെ 64 MB ക്യാമറ, അത് ഫ്രണ്ടിൽ 16 മെഗാ പിക്സലാണെന്ന് തോന്നുന്നു. സ്നാപ്ഡ്രാഗൺ 7+ Gen 2 വരുന്നുണ്ട്. 4 നാനോമീറ്റർ ഫ്ലാഷ് 5G പ്രോസസ്സർ വരുന്നുണ്ട്. മോൾഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്, മറ്റേ LED ഡിസ്പ്ലേ, സാംസങ്ങിൻ്റെ മറ്റേ സാധനം. ഫ്ലോ മറ്റേ ഒഴുകി നടക്കും. 120 Hz AMOLED ഡിസ്പ്ലേ, സൂപ്പർ ഐറ്റം ആയിരിക്കും. 64 MB AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് കേട്ടോ. നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഏതാണ് മറ്റേ ഫുഡിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് മേളിൽ ഫുഡിൻ്റെ പടമൊക്കെ വന്നിട്ട് അതിന് വേണ്ട കളർ എഫക്റ്റ് ഒക്കെ കൊടുക്കും. മനുഷ്യന് വേണ്ട ഈ സാധനം വലുതായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല, വലിയ ഗുണമൊന്നും ഇല്ലെന്ന്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ തന്നെയാണ് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് POCO F5 ആണ് കേട്ടോ. ഈ സാധനം ഉണ്ടല്ലോ, വീഡിയോ എടുക്കാൻ എൻ്റെ മറ്റേ വ്ളോഗൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അന്യായ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക്കാച്ചി സാധനം. ഈ പ്രൈസ് റേഞ്ച് ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ കയ്യിലിരിക്കുന്ന POCO X3 ലാർജ് ഏരിയ വേപ്പർ ചേമ്പർ തണുപ്പിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. ടർബോ ചാർജ് വരുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വരുന്നുണ്ട് 5. അതുപോലെ ഡ്യുവൽ സ്റ്റീരിയോ വരുന്നുണ്ട്. മേളിലും താഴെയും മറ്റേ എഫക്റ്റ് വീഡിയോ കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പോകുന്നതാണ്. അതുപോലെ തന്നെ 68.7 ബില്യൺ കളർ ഡിസ്പ്ലേ അതെന്ത് സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. 5G കണക്ഷൻ ഉണ്ട്. വിൽ ബി ബേസ് ലോഗോ ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി, ടർബോ റാം ഉണ്ട്. ഇത് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8GB 250 GB സ്റ്റോറേജ് ഇതാണ് കേട്ടോ, വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫോണിലേക്ക് വരികയാണ്. ഫോണിന് ഞാൻ ഇപ്പോൾ പ്രൈസ് ചോദിച്ചിട്ട് വന്നു കേട്ടോ. 27000 രൂപയ്ക്കാണ് അവൻ മേടിച്ചത്. നാട്ടിലെ 30000 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ. അവന് ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഇത് മെയിനായിട്ട് മേടിച്ചതെന്നാണ് പറഞ്ഞത്. ഒക്കെ ഞാൻ ഇടാം. Nice shot. Cover me. Expire. The blue team has scored for the... Killing spree for the blue team! No mercy! Dead! Expired! Dead! Nice shot! Expired! Be careful! Cover me! അതുകണക്ക് തന്നെ ഇതിൻ്റെ ക്യാമറ, എനിക്ക് ക്യാമറയാണ് മെയിനായിട്ട് ഒരു ഫോണിൻ്റെ ഏറ്റവും ഇഷ്ടം. അപ്പം എൻ്റെ ക്യാമറയുടെ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റിൽ ഇടാം കേട്ടോ. നമുക്കിത് ലോക്ക് എടുത്തോ. ശബ്ദമുണ്ട് കേട്ടോ, ഒരു ശബ്ദമുണ്ട് കണ്ട, ഒരു വൈബ്രേഷനും ഉണ്ട് ഈ ലോക്ക് ആകുമ്പോഴത്തേക്ക്. ലോക്കിന് ശബ്ദം ഉണ്ടാ. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും ഇല്ല. പിന്നെ എൻഹാൻസ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട് അതിൻ്റെ. പിന്നെ പ്രോ മോഡ് വരുന്നുണ്ട്. പ്രോ 4K 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാം കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ സെറ്റിങ്സ് വരുന്നുണ്ട്, മൂവി ഫ്രെയിം വരുന്നുണ്ട്, ഗ്രിഡ് വരുന്നുണ്ട്, മാക്രോ വരുന്നുണ്ട്. അത് മാക്രോ ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. നമ്മൾ ഫോട്ടോയിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈഡ് ലെൻസ് വരുന്നുണ്ട്. വൈഡ് ലെൻസ് 2x അതൊക്കെ വരുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ 64 MB ക്യാമറ വരുന്നുണ്ട്, ഷോർട്ട് വീഡിയോ വരുന്നുണ്ട്, പരോമ വരുന്നുണ്ട്, വ്ലോഗ് വരുന്നുണ്ട്, സ്ലോ മോഷൻ വരുന്നുണ്ട്, ടൈം ലാപ്സ് വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ലോങ് എക്സ്പോഷർ ഉണ്ട്. ഈ സാധനമൊക്കെ എൻ്റെ ഈ പോക്കോയിലും ഉണ്ട്. സംഭവം ഞാൻ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, മാറ്റിയിട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെയായിട്ട് എനിക്ക് വ്യത്യാസം കണ്ടിട്ടില്ല. പറയാം, എൻ്റെ ഫോണൊന്ന് ചുറ്റിനും കണ്ടോ. ഞാൻ എൻ്റെ അല്ലാത്ത റിവ്യൂ ഒക്കെ ഞാൻ വെളിയിൽ പോയിട്ട് ഞാൻ ഡീറ്റെയിലായിട്ടിട്ട് കാണിക്കാം കേട്ടോ, വീഡിയോയുടെ ഒക്കെ. ഇതാണ് ഫോൺ. ഇറ്റ്സ് എ ഗുഡ് ഫോൺ. ഒരു വെയിറ്റ് ഇല്ല, ഭയങ്കര വെയിറ്റാണ് ഇതുകൊണ്ട് അത്രേ ഉള്ളൂ. പിന്നെ ഇനി ഞാനെല്ലാം ഇതാക്കി പറയാം, വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിക്കാം. ഒന്നുമില്ല, നമ്മൾ ഈ ഫോണിൻ്റെ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്ത ഫോണിൻ്റെ അത്രയും വെയിറ്റ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ക്യാമറ കമ്പാരിസൺ വീഡിയോ കണ്ടിട്ട് വന്നത്. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് POCO F5 5G എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല, ഫോണിൻ്റെ ഇത് തന്നെയാണ്. സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കേട്ടോ. ഇത് ഏത് ഫ്രെയിംസ് അതുകൊണ്ട് തന്നെ ഇപ്പം കാണുന്നത് 180 13 FPS വീഡിയോ ആണ് കേട്ടോ. വൈഡ് ലെൻസിലെ കാഴ്ചകളാണ് സുഹൃത്തുക്കളെ, വൈഡ് ലെൻസിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈഡ് ലെൻസ് അത്യാവശ്യം നല്ലതാണ് ഗൈസ്. വോയിസ് എനിക്കറിയത്തില്ല, വോയിസ് നിങ്ങൾ തന്നെ കേട്ടിട്ട് മനസ്സിലാണ്. ഇതാണ് നമ്മുടെ സെൽഫി വീഡിയോ കേട്ടോ. രാത്രിയിലെ സെൽഫി വീഡിയോ, പകൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ആയിട്ടോണോ. ബട്ട് ഇപ്പോഴത്തെ സെൽഫി വീഡിയോ ഇതാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് POCO F5 5G ഫ്രണ്ട് ക്യാമറയും കൊണ്ട് എടുക്കുന്ന വീഡിയോ ആണ്. പക്കാ വീഡിയോ, ഭയങ്കരമായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇത് 1800p 60 ഫ്രെയിം/സെക്കൻഡിൽ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഗൈസ്, ഇതാണ് ബാക്ക് ക്യാമറ. 1800p 60 ഫ്രെയിം/സെക്കൻഡിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെബിലൈസേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ല, അത്യാവശ്യമുണ്ട്, കൊള്ളാം, അടിപൊളി ഒരു ഫ്രെയിമാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളൊന്നും വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാം, വ്യൂസ് വേണം. കാരണം ഞാൻ വീഡിയോ ചെയ്യുന്നത് ആൾക്കാർ കാണാൻ വേണ്ടി ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വേറൊരാൾക്ക് ഈ സാധനം റെക്കമെൻഡേഷൻ ആയിട്ട് ചെല്ലത്തുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.